ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേട്ടി കെ നാം എന്ന ചാപ്റ്ററാണ്. 1857 സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ആദ്യത്തെ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹിയെ പരാജയപ്പെടുത്തി. എന്നിട്ട് ഡൽഹിയിലെ അവസാനത്തെ മുഗൾ ശാസകനായ ബഹാദൂർ ഷാ ജഫറിനെ മഗർ എന്ന് പറഞ്ഞ യുദ്ധക്കപ്പലിൽ കയറ്റി റംഗൂനിൽ കൊണ്ടുപോയി തടവിലാക്കി. ആ തടവില് ബഹാദൂർ ഷാ ജഫറിന് ഒരാളോട് സംസാരിക്കാൻ പോയിട്ട് മറ്റൊരാളെ കാണാൻ പോലും കഴിയില്ലായിരുന്നു. അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയിലാണ് അദ്ദേഹത്തെ അവിടെ വെച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം ഡൽഹിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തടവിൽ കഴിയുകയായിരുന്നു. അങ്ങനെ ഈ ബ്രിട്ടീഷ് സോൾജിയേഴ്സിന്റെ പട്ടാളക്കാരുടെ കണ്ണു വെട്ടിച്ച് അദ്ദേഹത്തിന്റെ മകളായ കുൽസും ജമാനി ബേഗം റംഗൂനിലേക്ക് അദ്ദേഹത്തിന് ഒരു കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് അയച്ച ഒരു കത്താണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. बेटी के नाम, प्यारी बिटिया, तुमने अपने कैदी बाप को खत भेजा. खत क्या भेजा मेरी जान, आंसूनामा था. बेटे ने पढ़कर सुनाया. एक दफा सुना, जी ना भरा. फिर कहा बेटा फिर सुनाना. फिर सुना, वह भी रोया. मेरी आंखें भी आंसुओं से भीग गई. कहा बाबा एक दफा फिर पढ़ो. क्या लिखवाऊं बेटी कि मुझ पर तुम्हारे खत का क्या असर हुआ. 3 दफा सुनने के बाद भी दिल को करार नहीं आया. ഇതിൽ പറയുന്നത്, മകളെ, നീ ജയിലിൽ കിടക്കുന്ന തടവിലായിരിക്കുന്ന നിന്റെ അച്ഛന് വേണ്ടി ഒരു കത്തയച്ചു. അത് കത്തായിരുന്നില്ല, ഒരു കണ്ണീർ കഥയായിരുന്നു. ആസുനാമ എന്ന് പറഞ്ഞാൽ കണ്ണീർ കഥ. മകനാണ് വായിച്ചു കേൾപ്പിച്ചു തന്നത്. ഒരു പ്രാവശ്യം കേട്ടു, പക്ഷെ മനസ്സ് നിറഞ്ഞില്ല. ജീന ഭര, മനസ്സ് നിറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, ഒന്നുകൂടെ കേൾപ്പിച്ചു തരൂ. അവനും കരഞ്ഞു, എന്റെ കണ്ണുകളും നിറഞ്ഞു വന്നു. ആഖേ ബി ആസുവോ സെ ഭീഗ് ഗയി എന്ന് പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു വരിക. എന്നിട്ട് അവൻ ചോദിച്ചു, അച്ഛാ, ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കട്ടെ. ഞാൻ എന്താണ് എഴുതിപ്പിക്കേണ്ടത്? നിന്റെ കത്ത് എന്നിലുണ്ടാക്കിയ സ്വാധീനം എന്താണെന്ന് ഞാൻ എങ്ങനെയാണ് എഴുതി അറിയിക്കുക? 3 പ്രാവശ്യം കേട്ടിട്ടും എൻ്റെ മനസ്സിന് ആശ്വാസമായില്ല. 3 ദഫ എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം. ദിൽ കോ കരാർ നഹി ആയ, കരാർ എന്ന് പറഞ്ഞാൽ ആശ്വാസം. സച്ച് कहते हो, दिल्ली वाले मुझको रोते होंगे. वे क्या यह नहीं जानते कि मैं भी उनको रोता हूँ. मैं तो जिंदा बैठा हूँ, വേ തോ ബിനാ ആയി മോത്ത് മർ ഗയേ. അതായത്, നീ പറയുന്നതെല്ലാം സത്യമാണ്. ഡൽഹിയിലെ ജനങ്ങള് എന്നെ കുറിച്ച് ആലോചിച്ച് കരയുന്നുണ്ടായിരിക്കും. അവരെ ആലോചിച്ച് ഞാനും കരയുന്നുണ്ട്. ഞാൻ ഇവിടെ ജീവനോടെയുണ്ട്. മേ ജിന്ദാ ബൈഠാ ഹൂ. വേ തോ ബിനാ ആയി മോത്ത് മർ ഗയേ. അതായത്, അവർ അവരുടേതല്ലാത്ത ഒരു മരണം സ്വീകരിച്ചു. कितनों के बाप, कितनों के बेटे, कितनों के भाई फांसियों पर चढ़ गए. അതായത്, എത്രയോ പേരുടെ അച്ഛന്മാര്, എത്രയോ സഹോദരന്മാര്, എത്രയോ മക്കള് തൂക്കിലേറ്റപ്പെട്ടു. ഫാസിയോ പർ ചढ़ जाना, തൂക്കിലേറ്റപ്പെടുക. कितने बच्चे यतीम हो गए, कितनी औरतें बेवा हो गई. യത്തീം ഹോന എന്ന് പറഞ്ഞാൽ അനാഥരാവുക. എത്രയോ കുട്ടികൾ അനാഥരായി, എത്രയോ സ്ത്രീകൾ വിധവകളായി. ബേവാ ഹോന, വിധവയാവുക. ഘർ ലുട്ട് ഗയേ നഹി ബൽക്കി ഖോദ് ഡാലേ ഗയേ ഓർ ഉൻ പർ ഹൽ ചൽവാ ദിയേ ഗയേ. വീടുകൾ കൊള്ളയടിക്കപ്പെടുക മാത്രമല്ല ചെയ്തത്, ഉഴുത് മറിക്കപ്പെടുകയാണ് ചെയ്തത്. ദില്ലി മേ ജബ് മേരാ മുഖദ്മ ചൽ രഹാ था, उसी जमाने में तबाही और बर्बादी के किस्से सुने थे. मेरे यहाँ आ जाने के बाद पता नहीं और क्या क्या परेशानियाँ शहर वालों पर पड़ी होंगी. അതായത്, ഡൽഹിയിൽ വെച്ച് എൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന നാശത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും കഥകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ റംഗൂനിലേക്ക് വന്നതിന് ശേഷം അവർക്ക് എന്തെല്ലാം നേരിടേണ്ടി വന്നിരിക്കുമെന്ന് എനിക്കറിയില്ല. अब हंसे या रोएं कोई फायदा नहीं, हम सब काले पानी में हैं.
अपने वतन दिल्ली से सैकड़ों कोस दूर घर से जुदा और ऐसे जुदा कि अब जीते जी किसी से मिलने की आस नहीं है. ഇനി എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, നമ്മളെല്ലാം പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം മാതൃഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരത്താണ് നാം എല്ലാം ഇപ്പോൾ ഉള്ളത്. ഇനി ജീവനോടെ മാതൃഭൂമിയിലേക്ക് തിരിച്ചു പോവാൻ പറ്റുമോ എന്ന് പോലും നമുക്കറിയില്ല. मुझे याद आया जब तुम्हारी शादी हुई थी और गालिब और जौक ने तुम्हारी बारात की अगवानी के सहरे लिखे थे. എനിക്ക് ഓർമ്മ വന്നു, നിന്റെ വിവാഹത്തിൻ്റെ സമയത്ത് രാജസദസ്സിലെ കവികളായിട്ടുള്ള ഗാലിബും ജോക്കും വിവാഹത്തിനുള്ള ഗീതം രചിച്ചത്. अब यहाँ ना वह लाल किला है और ना पहरेदार, बस लकड़ी का एक पुराना सा मकान है जो बरसात में टपकता है और जिसमें 2-4 कमरों के सिवाय ज़्यादा गुंजाइश नहीं है. ഇപ്പോൾ ഇവിടെ ആ ചെങ്കോട്ടയോ ആ സോൾജിയേഴ്സ്, പെഹരേദാർ എന്ന് പറഞ്ഞാൽ സോൾജിയേഴ്സോ ഇല്ല. മരം കൊണ്ടുണ്ടാക്കിയ വളരെ പഴയ ഒരു കെട്ടിടം മാത്രമാണ് ഉള്ളത്. അത് മഴക്കാലത്ത് ചോർച്ച ഉണ്ടാവുന്ന ഒന്നാണ്. 2-4 മുറികളല്ലാതെ വേറൊന്നിനുമുള്ള സാധ്യത ആ കെട്ടിടത്തിൽ ഇല്ല. ലാൽ കില ചെങ്കോട്ട, ടപ്പക്ന ചോർച്ച, ചോരുക, ഗുഞ്ചായിഷ് സാധ്യത. एक दफा की बात है, ईद थी. उस मौके पर चंद मुसलमान मेरे लिए कुछ तोहफे लेकर आए. मैंने उनसे कहा, भाई ये तोहफे मैं नहीं ले सकता. उन्होंने जब बहुत कहा तो कुछ तोहफे ले लिए. उसके एवज मैंने मलिका का एक हार उनको दे दिया. ഈദിൻ്റെ സമയമായിരുന്നു. കുറച്ച് മുസ്ലിം സഹോദരർ എന്നെ കാണാനായി വന്നു. അവർ എനിക്ക് വേണ്ടി കുറച്ച് തൊഹഫെ, സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഈ സമ്മാനങ്ങൾ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവർ നിർബന്ധിച്ചപ്പോൾ അതിൽ നിന്നും കുറച്ച് ഞാൻ സ്വീകരിച്ചു. അതിന് റിട്ടേൺ ഗിഫ്റ്റായിട്ട് അദ്ദേഹം അവർക്ക് ഒരു മാല നൽകി. दूसरे दिन हुक्म आया कि इन मुगलों के पास जवाहरात बहुत ज़्यादा है. इन कैदियों को दिया जाने वाला खर्चा इनकी ज़रूरतों से ज़्यादा है. फिर वही हुआ जिसका डर था. हमारा खर्चा आधा कर दिया गया. പിറ്റേ ദിവസം തന്നെ ഒരു ഓർഡർ വന്നു. ഞാൻ പേടിച്ചത് തന്നെ സംഭവിച്ചു. ഞങ്ങൾ മുഗൾ തടവുകാർക്ക് നൽകുന്ന ചിലവ് പണം കൂടുതലാണെന്നും അവരുടെ കയ്യിൽ ഒരുപാട് ജവഹറാത്ത് എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ ഉണ്ട് എന്നും, അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കുന്ന ചിലവ് പണം പകുതിയായി വെട്ടിക്കുറയ്ക്കണമെന്നുമായിരുന്നു ആ ഓർഡർ. അതനുസരിച്ച് ഇവരുടെ ചിലവ് പണം പകുതിയായി വെട്ടിക്കുറച്ചു. ആദാ കർദിയ എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക. क्या खबर कि यह खत तुमको मिलेगा भी या नहीं. सुनता हूँ वे आदमी भरोसे के काबिल है जिनके हाथ यह खत भेजा जाएगा. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഈ കത്ത് നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഞാനിത് ആരുടെ കയ്യിലാണോ കൊടുത്തയക്കുന്നത് ആളെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. ഭരോസെ കെ കാബിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളുന്ന. लेकिन कितने ही शख्स मैंने ऐसे देखे हैं जो आखिर में दगाबाज और दूसरों के भेजे जासूस साबित हुए हैं. പക്ഷേ ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അവസാനം വഞ്ചകരോ അല്ലെങ്കിൽ മറ്റുള്ളവർ അയച്ച ചാരന്മാരോ ആയി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഷഖ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തി, ദഗാബാസ് വഞ്ചകർ, ജാസൂസ് ചാരൻ, സാബിത് ഹോന തെളിയിക്കപ്പെടുക. लेकिन इस खत में मैंने ऐसा लिखा ही क्या है जिसकी मुझे फिक्र हो. एक बाप ने एक बेटी को खत लिखवाया है. ना इसमें अपने मुल्क की कोई बात है ना गैर मुल्क की. പക്ഷേ ഞാൻ ആലോചിച്ച് ആകുലപ്പെടേണ്ടതായ യാതൊന്നും തന്നെ ഈ കത്തിൽ ഇല്ല. ഒരു അച്ഛൻ തൻ്റെ മകൾക്ക് വേണ്ടി എഴുതുന്ന ഒരു കത്താണിത്. ഇതിൽ നമ്മുടെ നാടിനെ കുറിച്ചുള്ള രഹസ്യങ്ങളോ മറ്റു നാടുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. हमारी कब्र परदेस में बनेगी तय है, लेकिन अभी तो हम लकड़ी की भीगी हुई कब्र में जिंदा ही दफन है.
എൻ്റെ ഖബറിടം മറ്റൊരു ദേശത്തിൽ പർദേശിൽ തന്നെയാണ് ഉണ്ടാക്കപ്പെടുക എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇപ്പോൾ തന്നെ മരത്തിന്റെ നനഞ്ഞ ഒരു ഖബറിടത്തിൽ ജീവനോടെ തന്നെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സിന്ദാഹി ദഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ അടക്കം ചെയ്യപ്പെടുക. ഭീഗി ഹുയി നനഞ്ഞ. ജബ് മർ ജായെങ്കെ തബ് ഭി ഖബ്ർ में ही होंगे ബസ് ബേട്ടി ഖുദാ ഹഫിസ്. ഇനി മരിച്ചു കഴിഞ്ഞാലും ഒരു ഖബറിടത്തിൽ തന്നെ അടക്കം ചെയ്യപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം കത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്.